ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കസിൻസും നെയ്ബേഴ്സ് എല്ലാവരും കൂടി കൊച്ചിൻ കാർണിവൽ കാണാൻ പോകുന്ന വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു, ഒരു 5 മണി 5:30 ആയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും തുടങ്ങി പകുതി വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ കാണാൻ പറ്റി ആദ്യമേ മുതൽ. ഞാൻ ആദ്യം വിചാരിച്ചു ആന ഒറിജിനലാണ്, പിന്നീട് എൻ്റെ കളറും ഇതൊക്കെ കണ്ട് അപ്പോഴാണ് ഞാൻ അടിയിലേക്ക് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഡ്യൂപ്ലിക്കേറ്റ് ആനയെന്ന്. പുതിയതായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല ഇത്തവണ കാർണിവലിൽ, കാരണം എല്ലാ തവണയും ഉള്ള മാതിരിയൊക്കെ സംഭവങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ടാബ്ലോസ് മാത്രം എനിക്ക് കുറച്ചും കൂടി 2-3 എണ്ണം നല്ലതായിട്ട് തോന്നി. By mistake കൊച്ചിയിലെ പോണായി പോയി മച്ചാനെ, by റോഡിൽ ഇവിടുന്ന് escape ആകാൻ മച്ചാനെ, bypass എത്തുമ്പോൾ age over ആകും മച്ചു, why feeling sad buddy, forget that way buddy, not buddy but also river വഴി സ്കൂട്ടായിക്കോ മച്ചാനെ മച്ചാനെ മച്ചു സ്കൂട്ടായിക്കോ മച്ചാനെ. ഞങ്ങളുടെ അടുത്ത് നിന്നേച്ചത് 3 കുഞ്ഞു കുട്ടികളായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എല്ലാവരെയും വിളിച്ച് നിർത്തി കൈയൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് അവരിങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ രാക്ഷസൻ്റെ വേഷമൊക്കെ കെട്ടി വന്നവരെ കാണുമ്പോൾ ഞാനൊക്കെ കുഞ്ഞിലെ ഓടുമായിരുന്നു, കാരണം പേടിച്ചിട്ട് ബാക്കിലൊക്കെ പോയി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല, എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുക അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ഒരു കുട്ടീനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടാണ് നടന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചിൻ്റെ ഒരു ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. നീ വല്ലതും കാണുന്നുണ്ടോ? എല്ലാം ഒരേപോലെ എല്ലാരും ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊ എന്താണെന്ന് അറിയില്ല. പരിശു ചോദിച്ചേ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണോ? ഇതെന്താണ്? എവിടെ കിട്ടുമത്? എന്താണ് ഉപയോഗം? എന്താണ് പരിശു? എനിക്കൊരെണ്ണം ആലോചന എടുക്കാം. ഓക്കെ, ഈ നടക്കുന്ന സംഭവങ്ങളിൽ ഓൾമോസ്റ്റ് മിക്കതും ഇനി മുന്നത്തെ തവണകളിൽ ഉണ്ടായിരുന്നതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ വെറൈറ്റി എന്ന് പറയാൻ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരാ പുട്ടി അടിച്ചേക്കണ? ആ മുഖത്തെ കണ്ടില്ല, ലിപ്സ്റ്റിക് കണ്ടില്ലേ? ഒരുമിച്ചോരിടമാണ് മലയാളം കൊച്ചി ശൈലിയിൽ പറയുമ്പോ രസമാണ്. പഞ്ചാബി, ഹിന്ദി, പിന്നെ ഗുജറാത്തി, ബംഗാളി, ഇനിയല്ലേ കൊച്ചിയിലില്ല മൊഴിയേത് പറവായി. ഇവിടില്ലാത്ത ആളോളില്ല ഈ കൊച്ചി നിങ്ങളുടെ കൊച്ചി. നമ്മുടെ കൊച്ചി ഇവ നമ്മുടെ മൊത്താനെ പറയാനുണ്ട് നമ്മുടെ കൊച്ചി കഥകൊല്ല. ാണ് ഗൈസ്, എത്ര ടൈം എടുത്തിട്ടാണ് വന്നേന്ന് അറിയാം. നമ്മള് പോസ്റ്റ് അധികാരം നിലനിർത്താൻ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന അധികാരവർഗം, ഭരണാധികാരികൾ കൊളോസിയത്തിന്റെ മറ്റൊരു രൂപമായി ഇന്നും കൊച്ചിൻ കാർണിവൽ ഇഷ്ടായോ? നല്ല ഷോക്കായില്ലേ? പറ. ഈ ജലയുദ്ധത്തിൽ ഒരിക്കൽ കൂടി നാം പരാജയപ്പെട്ടു. അതിദയനീയമായ പരാജയം. ഇരുന്നൂറ്റിയൊന്നിൽ ആ രാത്രി നമ്മളെ ആഗ്രഹിക്കുക. എനിക്ക് ഇത്തവണത്തെ കാർണിവൽ ഭയങ്കര കോർഡിനേഷൻ ഇല്ലാത്ത പോലെ തോന്നി. കാരണം ഒരു ടാബ്ലോ പോയി കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ടാബ്ലോ വന്നുകൊണ്ടിരുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞെന്ന് വെച്ച് പിന്നെ നടക്കുമ്പോഴാണ് വേറെ ടാബ്ലോ വന്നത് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്ഷൻ മീൻസ് കുറച്ച് ടൈം മാനേജ് ചെയ്ത് പെട്ടെന്ന് മൂവ് ചെയ്ത് വിടാമായിരുന്നു തോന്നി.
എനിക്ക് കാർണിവൽ കുഴപ്പമില്ലാന്നാണ് തോന്നിയത്. കാരണം അത്ര അടിപൊളി എന്ന് പറയാനുള്ള ഒന്നും ഉണ്ടായില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതിന് വന്നതിനൊരു ഗുണമായിട്ട് തോന്നിയത് ഒരു കലണ്ടർ ഫ്രീ ആയിട്ട് കിട്ടി. ഏതോ ഒരു ജ്വല്ലറിയുടെ ചെയ്യുന്നത്, ഏത് ജ്വല്ലറിയുടെ എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കാർണിവൽ ഭയങ്കര ശോകമായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.